അതിനു മാത്രം അവർ എന്ത് തെറ്റി? പറഞ്ഞു വരുമ്പോൾ ജസ്റ്റ് ഒരു കൊലപാതകം. അതിനാണ് ചുമ്മാ അങ്ങ് ഇറക്കി വിടന്നേ. പറയുന്നത് അങ്ങ് അമേരിക്കയിലൊന്നും നടന്ന കാര്യമല്ല. ഇവിടെ ഈ കേരളത്തിൽ സർക്കാർ ജയിൽ അധികൃതരോട് ചോദിച്ച ചോദ്യമാണ്. വിടേണ്ടത് ആരെയാണെന്ന് ഉള്ളതാണ് കേൾക്കേണ്ടത്. ടി.പി. ചന്ദ്രശേഖരൻ എന്ന പാർട്ടിക്ക് വേണ്ടി ഒരിക്കൽ കൊടിപിടിച്ചു നടന്ന മനുഷ്യനെ കൊന്ന, വെറുതെ കൊന്നതല്ല, ബോംബെറിഞ്ഞു വീഴ്ത്തി 56 വട്ടം വെട്ടിക്കൊന്ന പ്രതികളോടാണ് സർക്കാരിന്റെ ഈ സഹാനുഭൂതി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കായി അസാധാരണ നീക്കവുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ടി.പി. കേസിലെ പ്രതികൾക്ക് വിടുതൽ നൽകുന്നതിൽ സുരക്ഷാ പ്രശ്നമുണ്ടോ എന്നാരാഞ്ഞ് സംസ്ഥാന ജയിൽ ആസ്ഥാനത്ത് നിന്ന് ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്ത് ലഭിച്ചു. എന്നാൽ കത്തിൽ പരോളിന് വേണ്ടിയാണോ വിട്ടയക്കലിന് വേണ്ടിയാണോ ഈ ചോദ്യം എന്നത് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഭാവിയിലുള്ള നടപടികൾക്ക് രേഖ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്നാൽ കത്തിൽ അസ്വാഭാവികത ഇല്ല എന്നും പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമല്ല ഇത് എന്നും ജയിൽ അധികൃതർ വിശദീകരിക്കുന്നു. RSS പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിലെ നേരത്തെ പ്രതികളെ വെറുതെ വിട്ടിരുന്നു. ഈ കേസിലെ പ്രതികളിൽ നിന്ന് 3 പേർ ടി.പി. കേസിലും പ്രതികളാണ്. ഇവർ പരോളിൽ ഇറങ്ങുമ്പോൾ സുരക്ഷാ പ്രശ്നമുണ്ടോ എന്നത് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കത്ത് എന്നും ജയിൽ അധികൃതർ ന്യായീകരിക്കുന്നു. ഇരട്ടച്ചങ്ക് ആയതുകൊണ്ടാണോ എന്നറിയില്ല, തൊലിക്കും മനസ്സിനും ഇങ്ങനെ കട്ടി എന്നല്ലാതെ എന്ത് ചോദിക്കാൻ സഖാക്കൾ.